അവിടെ ബേക്കൽ ഫോർട്ട് എന്നൊക്കെ വെച്ചൊരു എൻട്രൻസ് വെച്ചിട്ടുണ്ട്. മനോഹരമായി പണിത് വെച്ചിരിക്കുന്നതാണ് എൻട്രൻസും അങ്ങോട്ടുള്ള നടപ്പാതയൊക്കെ. ആ കാണുന്നതാണ് ബേക്കൽ കോട്ട. ഇതാണ് ടിക്കറ്റ് കൗണ്ടറും ബ്ലോക്ക് റൂമും. ഒരാൾക്ക് 25 രൂപയാണ്. കോട്ടയ്ക്ക് മുൻപിൽ നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങാണിത്. വേനൽക്കാലമായതുകൊണ്ടാണ് ഈ കിടങ്ങിൽ വെള്ളമില്ലാത്തത്. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള കോട്ടകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, കോട്ടകൾക്ക് ചുറ്റും കിടങ്ങ് നിർമ്മിച്ച് അതിൽ ജലം നിറച്ചിരിക്കുന്നത്. ശത്രുക്കൾ പെട്ടെന്ന് കോട്ടയിൽ കയറാതിരിക്കാനും പെട്ടെന്ന് കോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തന സമയം. പ്രവേശന സമയം രാവിലെ 8 മുതൽ 5:30 വരെ. ഇവിടെ എൻട്രി ഫീസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സാർക്ക് പൗരന്മാർക്ക് 25 രൂപ, വിദേശ പൗരന്മാർക്ക് 300 രൂപ. വീഡിയോ ഡിജിറ്റൽ ക്യാമറ സ്റ്റാൻഡോട് കൂടി പ്രവേശനമില്ല. ക്യാമറ സ്റ്റാൻഡോട് കൂടി ഉപയോഗിക്കുന്നതിന് മുൻകൂട്ടി അനുമതി എടുക്കേണ്ടതാണ്. പ്രവേശന ടിക്കറ്റുകൾ ഇല്ലാതെ അകത്തേക്ക് പ്രവേശിച്ചാൽ പിഴ 500 രൂപ ഈടാക്കുന്നതാണ്. ഇവിടെ മറ്റൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. താങ്കൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ചെങ്കല്ലിൽ പണിത ഒരു കോട്ട സമുച്ചയമാണ് ബേക്കൽ കോട്ട. നല്ല ഉയരത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. കോട്ട നിർമ്മിച്ച അതേ ചെങ്കല്ല് കൊണ്ടാണ് തറയിലും വിരിച്ചിരിക്കുന്നത്. വിശാലമായ ഒരു ഏരിയ പരന്നു കിടക്കുകയാണ് ബേക്കൽ ഫോർട്ട്. കോട്ടയുടെ സൈഡിൽ കൂടി നടക്കാൻ വേണ്ടി ഇതുപോലെ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ടുമുണ്ട് ഒരു തിരിവ്. ബേക്കൽ കോട്ടയിൽ ഇതുപോലെ ധാരാളം വിടവുകളുണ്ട്. ഈ നടപ്പാത വളരെയധികം ദൂരമുണ്ട്. ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഇതാ മറ്റൊരു മനോഹരമായ ഒരു ഏരിയ. ഈ വിടവിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അറബിക്കടലാണ്. ശക്തമായ തിരയാണ് കടലിലുള്ളത്. അതോടൊപ്പം തിരയുടെ ശബ്ദവും. ഈ കടൽ തീരത്തിന് വളരെയധികം ദൂരമുണ്ട്. ഈ കോട്ടയിൽ പല ഭാഗത്തും ഇതുപോലെ ധാരാളം ദ്വാരങ്ങളുണ്ട്. പാറമുകളിൽ നിൽക്കരുത്. പുകവലിയും മദ്യപാനവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് വാണിംഗ്. ഈ ചെറിയ വഴിയിലൂടെ താഴേക്ക് പോകാൻ തോന്നുന്നു. വളരെ മനോഹരവും വിശാലവുമായ ഒരു കോട്ടയാണിത്. ഈ വഴിയിലൂടെയാണ് കടൽ തീരത്തേക്ക് പോകുന്നത്. ഇവിടെ കാക്ടസ് പ്ലാന്റ് നട്ടിട്ടുണ്ട്. ആ പ്ലാന്റിൽ നിറയെ പേരുകളാണ് ഇവിടെ വന്നവരുടെ. ഈ വഴിയിലൂടെ കുറേ അധികം ദൂരത്തേക്ക് പോയെങ്കിൽ മാത്രമേ കടൽ തീരത്ത് എത്തിച്ചേരുകയുള്ളൂ. പ്രക്ഷുബ്ധമായ കടൽ കാണാൻ വളരെ ഭംഗിയുണ്ട്. വളരെ മനോഹരമായ കടൽ തീരം. ആ കാണുന്ന ഭാഗമാണ് കോട്ടയുടെ കടൽ തീരത്തേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗം. കടലിനോട് ചേർന്നുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഭാഗം ഇവിടെ പണിതു വച്ചിരിക്കുന്നത്. ഇവിടെ വാണിംഗ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലം. കടലിലെ തിര അടിച്ചു കയറുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കോട്ടയുടെ ഈ ഭാഗത്തും തിര അടിച്ചു കയറുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കടലിനുള്ളിൽ ഒരു പാറയും കാണാം.
തിര അടിച്ചു കയറുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. ഇവിടെ കടൽ ശാന്തമല്ലാത്തതുകൊണ്ട് ആരും തന്നെ കടൽ തീരത്തില്ല. വളരെ അപകടം പിടിച്ച ഒരു കടൽ തീരമാണിത്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ വലിയൊരു കോട്ടയും ഏഷ്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കോട്ടയുമാണ് ഇത്. ഈ വഴിയിലൂടെയും നടന്ന് കോട്ടയുടെ മുകൾ ഭാഗത്തേക്കും പോകാവുന്നതാണ്. ഇതാ കോട്ടയുടെ പുറം സൈഡിൽ ഒരു കിണർ, നിറച്ച് വെള്ളമുണ്ട് അതിൽ. കോട്ടയിൽ നിന്ന് കടൽ തീരത്തിൻ്റെ മറ്റൊരു ദൃശ്യം. കടൽ തീരത്തോ ചേർന്നുള്ള ഈ ഭാഗം വളരെയധികം ദൂരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് ബേക്കൽ കോട്ട. വളരെയധികം അപകട സാധ്യത കൂടുതലുള്ള പാർക്കറ്റാണ് ഇത്. അതുകൊണ്ടാണ് അവിടെ വാണിംഗ് ബോർഡ് വെച്ചിരിക്കുന്നത്, കടലിൽ ഇറങ്ങരുതെന്നും പാറപ്പുറത്ത് കയറുന്നതെന്നൊക്കെ. വിദേശ ഭരണാധികാരിയുടെ തന്ത്രപ്രധാനമായ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ കുന്നിൻപുറത്ത് ഇങ്ങനെ ഒരു കോട്ട കടലിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കോട്ടയുടെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ഈ നടപ്പാത കടലിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം ദൂരമുണ്ട് ഈ നടപ്പാത. വിദേശ ശക്തിയുടെ ഭരണകാലത്ത് കടലിനോട് ചേർന്നുള്ള ഈ ഭാഗം സുരക്ഷ വളരെ ശക്തമാക്കിയിരുന്നു. കാരണം കടലിന് അഭിമുഖമായ ഒരു സ്ഥലമായതുകൊണ്ട് ഏത് സമയത്തും ശത്രുക്കൾ ഈ പ്രദേശത്തു കൂടി വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. മറ്റെല്ലാ കടൽ തീരങ്ങളെ അപേക്ഷിച്ച് ബേക്കൽ കോട്ടയുടെ തീരത്തുള്ള ഈ കടലിൽ തീരത്ത് അധികവും വലിയ പാറക്കൂട്ടങ്ങളാണ്. വലിയ വലിയ പാറക്കൂട്ടങ്ങൾ, അപകടം ഒളിഞ്ഞിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ. ഇത് കോട്ടക്കുള്ളിലെ ഒരു രഹസ്യ അറയാണ്. ഇതാ മനോഹരമായി മറ്റൊരു സ്ഥലം, കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന കോട്ടയുടെ ഒരു മനോഹരമായ സ്ഥലം. ഇവിടെയും കോട്ടയിൽ ധാരാളം ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ബീരങ്കി വെച്ചിരുന്നതായിരിക്കാം ഈ ദ്വാരത്തിലൂടെ. ഇവിടെ ചെറിയൊരു രഹസ്യ അറ, പാറക്കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന കടൽ തീരം. കോട്ടയുടെ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കടൽ തീരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടൽ തീരത്ത് ധാരാളം ബോട്ടുകൾ കിടക്കുന്നത് നമുക്ക് കാണാം. ചെങ്കല്ലിൽ തീർത്ത ഈ കോട്ടയ്ക്ക് വളരെ അധികം ഉയരമുണ്ട്. ഇതാ മനോഹരമായൊരു സ്ഥലം, കടലിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ സ്ഥലത്ത് കോട്ട കെട്ടാൻ മറന്നു പോയായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. വലിയൊരു പാലമരമാണ് ഇത്. ഇതാണ് കോട്ടയുടെ സംരക്ഷണ ഭിത്തിയില്ലാത്ത സ്ഥലം. ഇവിടെ നിന്ന് കടൽ വളരെ അടുത്ത് കാണാം. ആ കാണുന്ന ബീച്ചിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. വളരെയധികം പഴക്കമുള്ള വലിയൊരു പാലമരമാണിത്. കോട്ടയുടെ ഈ ഭാഗത്ത് രഹസ്യമായ ഒരു വാതിലുണ്ട്, പൂട്ടിയിട്ടേക്കാണത്. ബേക്കൽ കോട്ടയുടെ പുറം സൈഡാണിത്. അടുത്ത കാലത്ത് ഈ കോട്ടയിൽ അനവധി പുനരുദ്ധാരണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട്. വളരെയധികം ഉയരമുണ്ട് ഈ കോട്ടയ്ക്ക്. കാസർഗോഡ് ജില്ലയിലുള്ള പള്ളിക്കര എന്ന ഗ്രാമത്തിലാണ് ബേക്കൽ കോട്ട എന്ന മലയോര പ്രദേശം. ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് പട്ടണത്തിൽ നിന്ന് 14 കിലോമീറ്റർ തെക്കായിയാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയും ഇത് തന്നെ. ഇവിടെ കോട്ടയ്ക്കുള്ളിൽ ഒരു കിണർ കാണാം. ഇവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. കോട്ടയിലുള്ള ഈ കിണറും വളരെയധികം ആഴമുണ്ട്. കോട്ടയിൽ ഇപ്പോഴും ധാരാളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ചെങ്കല്ല് ഇവിടെ ഇറക്കി വച്ചിരിക്കുന്നത്. ഇത് ഏതോ പഴയ നിർമ്മിതിയുടെ അവശേഷിപ്പാണ്. ഈ കോട്ടയുടെ മുകളിൽ, ഈ മലയുടെ മുകളിൽ ഒരു കിണറുണ്ട്. വളരെ ആഴമുള്ളൊരു കിണറാണിത്. ഇതിൽ നിന്നും
മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ അധികം ഉയരത്തിലുള്ള ഒരു കുന്നിൻ പുറത്താണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ കിണർ എന്ന് അറിയുമ്പോൾ നല്ലൊരു അത്ഭുതം. ഇവിടെയുമുണ്ട് ഒരു പഴയൊരു കിണർ. പക്ഷേ ഈ കിണർ വെള്ളമില്ലാന്ന് തോന്നുന്നു. ധാരാളം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. അതുകൊണ്ടാണ് ഇത് ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി ഇരിക്കുന്നത്. ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ആ രാജവംശങ്ങൾക്ക് ശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട് യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെടുത്തിയതിനു ശേഷം ഈ പ്രദേശം ബദനൂർ രാജാവിൻ്റെ അധീനതയിലായി. കോട്ടയിൽ നിന്നുള്ള കടൽ തീരത്തിൻ്റെ മനോഹരമായ ദൃശ്യവും നയനാനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങളും അനേകം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കുമ്പളയിലെ ഇരിക്കേരി നായക്കന്മാർ എന്ന് അറിയപ്പെടുന്ന ബദനൂർ നായക്കന്മാരിലെ ശിവപ്പ നായക്കർ 1650 അതായത് 1645 മുതൽ 1660 കാലഘട്ടത്തിൽ ആണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. ഈ കാണുന്ന പഴയ കെട്ടിടങ്ങളെല്ലാം അടുത്ത കാലത്ത് പണിച്ചതാണ്. കോട്ട സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ബേക്കൽ കോട്ടയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളെല്ലാം തികച്ചും കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. വളരെ മനോഹരമായ നിർമ്മിതിയാണിത്. കെട്ടിടങ്ങളെല്ലാം അറ്റകുറ്റപ്പണി നടത്തി നിലനിർത്തേണ്ടതുണ്ട്. ഈ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കോട്ടയിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാം. വേനൽക്കാലമായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട കെട്ടിടത്തിൽ നിന്നും ഈ വഴിയിലൂടെ നമ്മൾ പോകുന്നത് കോട്ടയിലെ തന്നെ ഏറ്റവും മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരത്തിൻ്റെ അടുത്തേക്കാണ്. നിരീക്ഷണ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് റോഡൊക്കെ പണിതിട്ടുണ്ട്. നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി റോഡ് ഒരു ചായഞ്ഞാണ് പണിതിരിക്കുന്നത്. ഈ നിരീക്ഷണ ഗോപുരം ബേക്കൽ ഫോർട്ടയുടെ മധ്യഭാഗത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ കാണാം. കോട്ടയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗമായതുകൊണ്ട് മറ്റ് നിരീക്ഷണ ഗോപുരങ്ങളും ഈ നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് നമുക്ക് കാണാം. അങ്ങ് ദൂരെ അറബിക്കടലും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ സാവധാനം കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബേക്കൽ കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഈ നിരീക്ഷണ ഗോപുരത്തിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലെത്തിക്കുന്നതിനായി ചെരിവ് തലമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഈ നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ കാണാം. അതോടൊപ്പം തന്നെ കോട്ടയ്ക്കുള്ളിൽ അവശേഷിക്കുന്ന നിർമ്മാണ അവശേഷിപ്പുകളും നമുക്ക് കാണാം. കോട്ടയ്ക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചുറ്റും തെങ്ങും തോപ്പുകളാണ്. കോട്ടയ്ക്ക് ചുറ്റോട് ചുറ്റും തെങ്ങും തോപ്പുകളാണ്. അതോടൊപ്പം തന്നെ കോട്ടയ്ക്കുള്ളിൽ ഉള്ള പുരാതന നിർമ്മിതിയുടെ അവശേഷിപ്പുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ നിരീക്ഷണ ഗോപുരത്തിൽ നിന്നും അടുത്ത് പ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് കോട്ടയ്ക്കുള്ളിലെ പ്രത്യേക മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളമാണ്. അത് ഗേറ്റും അതിലൊക്കെ നിർമ്മിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു. നിരീക്ഷണ ഗോപുരത്തിൻ്റെ മറ്റൊരു ദൃശ്യം. ഇതെല്ലാം പുരാതന നിർമ്മിതിയുടെ അവശേഷിപ്പുകളാണ്. വീണ്ടും കോട്ടയുടെ ഒരു ദൃശ്യം. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. അങ്ങോട്ട് പോകുമ്പോഴെല്ലാം പുരാതന നിർമ്മിതിയുടെ അവശേഷിപ്പുകളെല്ലാം കാണാം. ഈ പുരാതന നിർമ്മിതിയുടെ അടുത്തും ഒരു നിരീക്ഷണ ഗോപുരം നമുക്ക് കാണാം. കാലപ്പഴക്കത്താൽ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല.
ഇതാണ് പുരാതന നിർമ്മിതി. കോട്ടയ്ക്കുള്ളിലെ തന്ത്രപ്രധാനമായ സ്ഥലമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശക്തമായ മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നത്. ഇതാണ് കോട്ടയ്ക്കുള്ളിലെ മേൽക്കൂരയുള്ള പഴയ നിർമ്മിതിയിൽ ഉള്ള ബിൽഡിങ്. ഒരുപക്ഷെ കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും മൂല്യമുള്ള വസ്തുക്കളും യുദ്ധോപകരണങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊരു കെട്ടിടം ഈ കോട്ടയ്ക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയ്ക്കുള്ളിൽ ഈ ബിൽഡിങ്ങിനുള്ളിൽ ചില സാമഗ്രികൾ, അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. ഇവിടെ ഉദാഹരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് കോട്ടയുടെ ഏറ്റവും മുൻവശത്തുള്ള ഭാഗമാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കോട്ടയുടെ മറ്റ് ദൃശ്യങ്ങളാണ്. കോട്ടയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ദേശീയ പതാക. കോട്ടയുടെ മുൻവശത്തുള്ള മുകൾ ഭാഗമാണിത്. അതിനോട് ചേർന്ന് വലത് ഭാഗത്ത് കാണുന്നതാണ് ഈ കോട്ടയ്ക്കുള്ളിലുള്ള അമ്പലം. ഇതെല്ലാം കോട്ടയുടെ മുകൾ ഭാഗത്തുള്ള ഭാഗമാണ്. ഈ ഷീറ്റിട്ടിരിക്കുന്നതാണ് കോട്ടയ്ക്കുള്ളിലെ അമ്പലം. ആഞ്ജനേയ അമ്പലമാണ്. പുരാതന കാലം മുതൽ തന്നെ ഈ കോട്ടയിലുണ്ടായിരുന്ന അമ്പലമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അറബിക്കടലിൻ്റെ തീരത്ത് പണിത ഈ ബേക്കൽ കോട്ട ഇന്നും വലിയ കേടുപാട് കൂടാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കിയോളജിക്കൽ വകുപ്പിനാണ്. അവർ വളരെ ഭംഗിയായിട്ടാണ് ഈ പുരാതന നിർമ്മിതി സംരക്ഷിച്ചു പോരുന്നത്. അതുപോലെ ഈ കോട്ട സന്ദർശിക്കുന്ന നിരവധിയായ ആളുകളും ഈ കോട്ട വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വളരെ പങ്കുവഹിക്കുന്നു. അങ്ങനെ കോട്ടയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.